താങ്കൾ വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ഐഡന്റിറ്റി, ആ സമൂഹത്തിൽ നിങ്ങളെ അടയാളപ്പെടുത്തുന്ന ആ പേരുകൾ, അതൊക്കെ വെറുമൊരു ലേബൽ മാത്രമാണെങ്കിലോ? ഉം, വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണത്. അതെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്ന ഈ പേരുകൾ യഥാർത്ഥത്തിൽ നാം ചെയ്യാൻ മറന്നുപോയ ചില കർമ്മങ്ങളെ മറച്ചുവെക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണെങ്കിലോ എന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നാം അന്വേഷിക്കുന്നത്. ഇതിനൊരു സാധാരണ പോഡ്കാസ്റ്റായിട്ട് കാണരുത്. തീർച്ചയായുമല്ല. ഇതൊരു വളരെ ഗൗരവമേറിയ വിഷയമാണ്. അതെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ബയോ ഒക്കെ എഴുതുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ, ഞാൻ ഇന്നയാളാണ്, എന്റെ പദവി ഇതാണ് എന്നൊക്കെ പറയാൻ വലിയ ആവേശമാണ് നമുക്ക്. അല്ലേ? സത്യം, അത് മനുഷ്യന്റെ ഒരു പൊതുവായ സ്വഭാവമാണ്. എന്നാൽ ഇന്നത്തെ വിശകലനത്തിൽ നാം പരിശോധിക്കുന്നത് നിങ്ങളുടെ പേരോ പദവിയോ അല്ല, മറിച്ച് നിങ്ങളുടെ നിരന്തരമായ പ്രവൃത്തികളാണ് നിങ്ങളെ നിർവചിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് നമ്മുടെ കയ്യിലുള്ള സ്രോതസ്സ് വളരെ കൃത്യമായി അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. uxquran.com എന്ന വെബ്സൈറ്റിൽ നിന്നുള്ള വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് ഇന്നത്തെ നമ്മുടെ സ്രോതസ്സ്. അതിലെ സൂറ ഫുസലത്ത് എന്ന അധ്യായത്തിലെ 33-ാമത്തെ വാക്യവും അതിലെ ഒരൊറ്റ പദത്തെ മുൻനിർത്തി ഉന്നയിച്ചിരിക്കുന്ന വളരെ ഗൗരവമേറിയൊരു ചോദ്യവുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ശരിയാണ്. വാക്യങ്ങളിലെ കേവലം ഒരു വാക്ക് ഒരാശയത്തിന്റെ മുഴുവൻ അർത്ഥത്തെയും എങ്ങനെ മാറ്റുന്നു എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ വിശകലനത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ. കൃത്യം. ആ ഒറ്റ വാക്ക് എത്രത്തോളം നിർണായകമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ആ വാക്യമൊന്ന് വായിക്കാം. സ്രോതസ്സിൽ അത് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ കീഴൊടുങ്ങുന്നവരിൽ പെട്ടവനാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ മികച്ച സംസാരമുള്ളവൻ ആരുണ്ട്? ഇതൊരു ചോദ്യരൂപത്തിലാണ് അവസാനിക്കുന്നത്. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ വാക്യത്തിന്റെ ഘടന തന്നെ വളരെ കൗതുകമുണർത്തുന്നതാണ്. അതെ, വളരെ കൃത്യമായ ഒരു ഘടനയുണ്ടതിന്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ വാക്യം ശരിക്കും 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമതായി, ദൈവത്തിലേക്ക് ക്ഷണിക്കുക. അതായത് ഒരാശയം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അതൊരു സംസാരമാണ്. അതെ, സംസാരം. രണ്ടാമതായി, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതൊരു ശാരീരികമായ പ്രവൃത്തിയാണ്. തീർച്ചയായും. ഇനി മൂന്നാമതായി, ഞാൻ കീഴടങ്ങുന്നവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുക. ഇതൊരു മനോഭാവമാണ്, അല്ലെങ്കിൽ ഒരു ആന്തരിക ബോധ്യത്തിന്റെ പ്രകടനമാണ്. ശരിയാണ്. താങ്കള് ഇതൊന്നാലോചിച്ചു നോക്കൂ. ഇതൊരു മുക്കാലി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു മുക്കാലി? നല്ലൊരു ഉപമയാണല്ലോ അത്. അതെ, ഒരു മുക്കാലിക്ക് 3 കാലുകളും ഒരുപോലെ അനിവാര്യമാണല്ലോ. അതുപോലെ ഇവിടെ വാക്കും പ്രവൃത്തിയും വിനയമെന്ന മനോഭാവവും ആ 3 കാലുകളാണ്. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അത് അപൂർണമാകും. ആ മുക്കാലിയുടെ ഉപമ ഈ വാക്യത്തിന്റെ ഘടനയെ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട്. ആ 3 കാലുകളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും, അല്ലേ? അതെ, തീർച്ചയായും മറിഞ്ഞു വീഴും. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ, വാക്യം തുടങ്ങുന്നത് മികച്ച സംസാരം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. സാധാരണ നമ്മളോട് മികച്ച സംസാരം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ പ്രസംഗിക്കുന്നത് എന്നൊക്കെയാവും പറയുക. കൃത്യം. എന്നാൽ ഈ സ്രോതസ്സിൽ നൽകിയിട്ടുള്ള ഉത്തരം അതല്ല. മികച്ച സംസാരത്തിനുള്ള മറുപടിയിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നൊരു പ്രവൃത്തി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓ, അങ്ങനെയാണല്ലേ. അതായത് സംസാരത്തിൽ പ്രവൃത്തി കൂടി വരുന്നു. അതെ. ഏറ്റവും മികച്ച സംസാരം എന്നത് കേവലം അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യമാണ് എന്ന് ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. അത് ശരിക്കും ഒരു പുതിയ അറിവാണ്. എനിക്ക് തോന്നുന്നു അവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കാപട്യത്തെ ഈ വാക്യം ചോദ്യം ചെയ്യുന്നതെന്ന്. എങ്ങനെയാണ്? അതായത് നമ്മൾ പലപ്പോഴും സംസാരത്തെയും പ്രവൃത്തിയെയും തീർത്തും വ്യത്യസ്തമായ 2 അറകളിലായിട്ടാണല്ലോ കാണാറുള്ളത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്ത എത്രയോ ആളുകളെ നാം ദിവസവും കാണുന്നു. ഒരുപാടുണ്ട്. വലിയ വലിയ ആദർശങ്ങൾ പറയുന്നവർ പ്രായോഗിക ജീവിതത്തിൽ അത് നടപ്പിലാക്കാറില്ല. അതെ. എന്നാൽ ഈ സ്രോതസ്സ് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ സംസാരം തന്നെ പൂർണ്ണമാകുന്നത് എന്നാണ്. സൽക്കർമ്മങ്ങളില്ലാതെ ഒരാൾ എന്തു പറഞ്ഞാലും ആ സംസാരം മികച്ചതാകുന്നില്ല. തീർച്ചയായും. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ സമന്വയമാണ് ആ മുക്കാളിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്.
നിങ്ങൾ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ അവിടെ നിങ്ങളുടെ സംസാരത്തിന് യാതൊരു വിലയുമില്ല. അത് പറയുമ്പോഴാണ് ഈ വാക്യത്തിലെ ക്രമത്തെക്കുറിച്ച് എനിക്കൊരു സംശയം വരുന്നത്. എന്താണ് സംശയം? അതായത്, ഞാൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, അതിനുശേഷമാണ് ഞാൻ കീഴൊതുങ്ങുന്നവനാണ് എന്ന പ്രഖ്യാപനം വരുന്നത്. ഈ ക്രമത്തിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തിനാണ് സൽക്കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം മാത്രം വിനയാൻവദനാകണം എന്ന് പറയുന്നത്? ആ ക്രമം വളരെ യുക്തിസഹമാണ്. കാരണം പ്രവൃത്തിയില്ലാതെ ഒരാൾക്ക് ഞാൻ വിനയാൻവിതനാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. മനസ്സിലായി. ഒരാൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയാളിലൊരു വിനയം രൂപപ്പെടും. തന്റെ അധ്വാനം മറ്റൊരാൾക്ക് ഗുണകരമാകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആന്തരികമായ മാറ്റമാണത്. ശരിയാണ്. യാതൊന്നും ചെയ്യാതെ സ്വന്തം ലോകത്തൊതുങ്ങിക്കൂടുന്ന ഒരാൾക്ക് വെറുതെ ഞാൻ വിനയാൻവിതനാണ് എന്ന് പറയാൻ കഴിഞ്ഞേക്കാം. അതെ, പക്ഷേ അതിലെ യാഥാർത്ഥ്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് പ്രവൃത്തിക്ക് ശേഷം പ്രഖ്യാപനം വരുന്നത്. ഇവിടെയാണ് കാര്യം ശരിക്കും രസകരമാകുന്നത്. എനിക്ക് താങ്കളോടൊരു മറുചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. സ്രോതസ്സിൽ നൽകിയിട്ടുള്ള ആ ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മുസ്ലിം അല്ലെങ്കിൽ കീഴൊതുങ്ങുന്നവൻ എന്ന പദം അർത്ഥമാക്കുന്നത് കേവലം ഒരു പേരിനെയാണോ, അതായത് ഒരു ലേബലിനെയാണോ, അതോ നിരന്തരമായ കർമ്മത്തെയാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ എന്റെ സംശയം ഇതാണ്, മനുഷ്യർക്ക് ലേബലുകൾ ആവശ്യമല്ലേ? സമൂഹത്തിൽ പരസ്പരം തിരിച്ചറിയാൻ അതൊരു എളുപ്പവഴിയല്ലേ? നമ്മളൊരാളെ ഡോക്ടർ എന്നോ അധ്യാപകനെന്നോ ഒക്കെ വിളിക്കാറുണ്ട്. അതെ, വിളിക്കാറുണ്ട്. അതൊക്കെ ലേബലുകളല്ലേ? നമ്മൾ എന്താണോ നിരന്തരം ചെയ്യുന്നത് അതിൻ്റെ ഒരു ചുരുക്കപ്പേരല്ലേ യഥാർത്ഥത്തിൽ ഈ ലേബലെന്ന് പറയുന്നത്? പിന്നെ എന്തിനാണ് ഈ വാക്യത്തിൽ ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നത്? ഈ സ്രോതസ് ലേബലുകളെ എന്തിനാണ് ഇത്ര സംശയത്തോടെ കാണുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. താങ്കൾ ചോദിച്ചത് വളരെ ന്യായമാണ്. ആശയപരമായി നോക്കുമ്പോൾ ലേബലുകൾ നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലനമാകണം എന്നത് ശരിയാണ്. അതെ, അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കൂ. മനുഷ്യന്റെ സ്വഭാവം പരിശോധിച്ചാൽ ലേബലുകൾ പലപ്പോഴും കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി നാം കാണാറുണ്ട്. അതായത് ലേബലും ഉണ്ടാകും, പക്ഷെ പ്രവൃത്തി ഉണ്ടാകില്ല. കൃത്യമായിട്ട്. സ്രോതസ്സിലെ ചോദ്യം വ്യക്തമാക്കുന്നത് ലേബൽ എന്നത് ഒരുപക്ഷേ ഒരാൾക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാകാമെന്നാണ്. ഒരാൾക്ക് താൻ ഇന്ന വിഭാഗക്കാരനാണെന്ന് ഒരു ബോർഡ് വെക്കാം. അതിന് വലിയ പ്രയത്നമൊന്നും ആവശ്യമില്ലല്ലോ. അതെ. എന്നാൽ കീഴൊതുങ്ങുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതൊരു നിരന്തരമായ പ്രവൃത്തിയാണ്, ഒരു ആക്ഷനാണ്. അതായത് ഒരു വ്യക്തി 10 വർഷം പഠിച്ച് ഡോക്ടർ എന്ന ലേബൽ നേടിയെടുക്കുന്നു, പക്ഷേ അയാൾ പിന്നീട് ഒരു രോഗിയെപ്പോലും ചികിത്സിക്കുന്നില്ല. എങ്കിലും അയാൾ സമൂഹത്തിൽ ഡോക്ടർ എന്ന് തന്നെ അറിയപ്പെടുന്നു. അതെ, അയാൾ ആ ലേബലിന്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഒരു ലേബൽ മാത്രമാണ്. പക്ഷേ യഥാർത്ഥ വൈദ്യം എന്നത് ദിവസവും രോഗികളെ കാണുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന നിരന്തരമായൊരു പ്രവൃത്തിയാണ്. അതാണോ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് ഈ സ്രോതസ്സും ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ എന്തു വിളിക്കുന്നു എന്നതല്ല, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. മനസ്സിലായി. ലേബൽ എളുപ്പമാണ്, പക്ഷേ പ്രവൃത്തി ബുദ്ധിമുട്ടാണ്, അല്ലേ? അതെ. വാക്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതും ദൈവത്തിലേക്ക് ക്ഷണിക്കുക എന്നതും ഒപ്പം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് വെറുമൊരു പേരിനപ്പുറം അതൊരു സജീവമായ പ്രവൃത്തിയാണെന്ന് അടിവരയിടാനാണ്. അപ്പോൾ ഇതൊരു നാമവും ക്രിയയും, അതായത് നൗണും വേർബും തമ്മിലുള്ള സംഘർഷമാണ്. ഒരു പേരും ഒരു പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. അതെ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ എന്ത് ലേബൽ സ്വീകരിച്ചാലും അതിന് യാതൊരു അർത്ഥവുമില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിജീവിതമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ വിശകലനം കേൾക്കുന്ന താങ്കളും ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പലപ്പോഴും ലേബലുകളിൽ അഭയം പ്രാപിക്കാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നവരാണ്. സത്യം, വളരെ എളുപ്പമുള്ളൊരു കുറുക്കുവഴിയാണത്. അതെ, ഞാൻ നല്ലവനാണ്, ഞാൻ സത്യസന്ധനാണ് എന്നൊക്കെ സ്വയം വിശ്വസിപ്പിക്കാൻ ഒരു ലേബൽ മാത്രം മതി. കാരണം ലേബലുകൾ നമ്മളോടൊന്നും തിരികെ ആവശ്യപ്പെടുന്നില്ലല്ലോ. താങ്കൾ പറഞ്ഞ ആ വാക്ക് വളരെ കൃത്യമാണ്. കുറുക്കുവഴി. ലേബലുകൾ പലപ്പോഴും നമ്മളെ അലസരാക്കും. ഞാൻ ഈ കൂട്ടത്തിലാണ്, അതിനാൽ ഞാൻ സുരക്ഷിതനാണ് എന്നൊരു മിഥ്യാബോധം അത് സൃഷ്ടിക്കും. ആൾക്കൂട്ടത്തിന്റെ സുരക്ഷിതത്വം. അതെ. എന്നാൽ കീഴൊതുങ്ങൽ എന്ന പ്രവൃത്തി നിരന്തരമായ ഒരു അവബോധം ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും നാം എടുക്കുന്ന തീരുമാനങ്ങളിലും ആ വിനയം പ്രതിഫലിക്കേണ്ടതുണ്ട്. അതൊരു ആക്റ്റീവായ പ്രോസസ്സാണ്. അതെ.
ലേബലുകൾ മാറുന്നില്ല. ഞാനൊരു വ്യക്തിയാണെന്ന് ഒരു ബോർഡ് വെച്ചാൽ അതവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ നമ്മുടെ കർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നാം നല്ലത് ചെയ്യും, ചിലപ്പോൾ തെറ്റുകൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണണം? ഈ അറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുക? ഈ വാക്യവും അതിനോടൊപ്പമുള്ള ചോദ്യവും പ്രവൃത്തികൾക്കാണ് മുൻഗണന നൽകുന്നത്. പ്രവൃത്തികൾ ഇല്ലെങ്കിൽ അവിടെ കീഴൊതുങ്ങൽ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ സൽക്കർമ്മങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ഭാഷ. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നമ്മെ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ നാം എങ്ങനെ സത്യത്തിന് കീഴൊതുങ്ങുന്നു എന്നതിലാണ് കാര്യം, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണിതിന്റെ കാതൽ. നമ്മൾ ഏത് പക്ഷത്താണ് എന്നത് വിഷയമല്ല, നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ വിഷയം. അവകാശവാദങ്ങളെക്കാൾ ശബ്ദം കർമ്മങ്ങൾക്കുണ്ട്. ഈ വിശകലനം കേൾക്കുന്ന താങ്കളുടെ വ്യക്തിജീവിതത്തിലും ഈ ആശയത്തിന് വലിയ പ്രസക്തിയുണ്ട്. വിവരങ്ങളുടെയും പേരുകളുടെയും ഈ അതിപ്രസരണ കാലത്ത് നമ്മൾ പലപ്പോഴും പല ലേബലുകൾക്ക് പിന്നിലും ഒളിക്കാറുണ്ട്. തീർച്ചയായും. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതല്ലാതെ. അതെ അതെ, എന്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന് കാണിക്കാൻ നമ്മൾ വലിയ വ്യഗ്രത കാട്ടാറുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വത്വം നിർണ്ണയിക്കുന്നത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. യാതൊരു സംശയവുമില്ല. കേവലം പ്രവർത്തികൾ കൊണ്ട് മാത്രം സ്വയം അടയാളപ്പെടുത്താൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ സംസാരമാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ചത്. ആ ചിന്ത വളരെ മനോഹരമാണ്. ഈ വിശകലനം അവസാനിക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു ചോദ്യം ഞാൻ നൽകുകയാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ അടയാളപ്പെടുത്തുന്ന എല്ലാ ലേബലുകളും അവകാശവാദങ്ങളും മാഞ്ഞുപോയാൽ, അതായത് ബാങ്ക് ബാലൻസോ നിങ്ങളുടെ പദവികളോ ആർക്കും അറിയില്ല എന്ന് കരുതുക. അതെ, അങ്ങനെയാണെങ്കിൽ യാതൊരു ലേബലുകളുടെയും പിൻബലമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കേവലമായ സൽക്കർമ്മങ്ങൾക്കും നിങ്ങളുടെ വിനയത്തിനും മാത്രം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഈ ലോകത്തിനു മുന്നിൽ നിർവചിക്കാൻ സാധിക്കുമോ? ആ ചിന്തയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സംസാരിച്ച ആ മുക്കാളിയുടെ 3 കാലുകളും വാക്കും പ്രവൃത്തിയും വിനയവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.